ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്രോൻ്റെ കല്യാണമാണ്, മാരേജ് ആണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിലോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഗ്രൂം ട്യൂബിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കാക്കിൻ്റെ ഞങ്ങൾ എന്നോ പ്ലാനിട്ടൊരു സംഭവം ഉണ്ടോ, ഒരു ഗ്രൂം ട്യൂബിൽ കാക്ക് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ കുറേ നാളത്തെ പ്ലാനിങ് ആണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ വേറെ ബീച്ചിലേക്കാക്കി, പിന്നെ ഒരു കുറേ സ്പോട്ടൊക്കെ ഞങ്ങൾ കുറേ തിരഞ്ഞിട്ടോ ഞങ്ങളൊന്നും ഗ്രൂം ട്യൂബിൽ കൊടുക്കാനായിട്ട്. അപ്പം കുറേ സ്ഥലങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളാൽ വെക്കാൻ കഴിയാതായിട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫൈനലായത് താത്തൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയാകുമ്പോൾ തന്നെ താത്തൻ്റെ വീട്ടിലെത്തി. അങ്ങനെ താത്തൻ്റെ വീട്ടിലെത്തി ഞങ്ങളും ഇവൻറ്റിൻ്റെ ആൾക്കാരും ഒപ്പരാണ് കേട്ടോ എത്തിയത്. അപ്പോൾ എനിക്ക് വേഗം ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് രണ്ടാളും ഒരേ ലെവലാണ് വന്നത്. ഞങ്ങൾ വന്നതിൻ്റെ മുമ്പിലായിട്ട് അവർ നിർത്തിയിട്ട് വണ്ടി അതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഇവൻ്റുകാരെ അങ്ങനെ ഏൽപ്പിച്ചതായിരുന്നു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എത്ര സെറ്റ് ചെയ്താലും അതുപോലെ ഒരു വൃത്തിയായി കിട്ടത്തില്ലല്ലോ. പിന്നെ ഫോട്ടോയിലൊക്കെ ഒരു രസം വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താലേ റെഡി ആവും കേട്ടോ. അപ്പം പിന്നെ കാക്കനോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. കസിൻസും എല്ലാവരും വരുന്നുണ്ട് ഇവിടേക്ക്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളാണ് എത്തിയിട്ടുള്ളത്. വേറെ ആൾക്കാരൊക്കെ എന്തായാലും വയ്യാലും എത്തിക്കോളും. നമ്മളാദ്യം എത്തിയതുകൊണ്ട് നമുക്ക് എന്തായാലും ഷൂട്ടൊക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ താക്കണ ഇവൻ്റാർ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി, വണ്ടിയിൽ നിന്നൊക്കെ ഓരോന്നായിട്ട് ഇറക്കി അവരൊക്കെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബേക്കിൽ ഇങ്ങനെ നിന്നിട്ട് ഓരോന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ആൾക്കാരാണ് ഇവൻ്റാർ നമുക്ക് കിട്ടിയത്. നല്ല നമ്മളെ മാരേജിനും ഇവരെ തന്നെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അടിപൊളി ആൾക്കാരാണ് കേട്ടോ. നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെ അവർ ചെയ്ത് തരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ല കാണാനും നല്ല ലുക്ക് തന്നെ കേട്ടോ അവർ ചെയ്തത്. നമ്മൾ കയ്യിലുള്ള ക്യാഷ് എത്രയാണോ വെച്ചാൽ അതിനനുസരിച്ച് അവർ ചെയ്തു തരും കേട്ടോ. അതിലൊന്നും അവർക്കൊരു വേർതിരിവോ മടിയൊന്നുമില്ല കേട്ടോ. അപ്പം അതിലൊന്നും പേടിക്കാനില്ല. ഞാൻ ക്യാഷൊന്നും കയ്യിലില്ലാത്തവരോട് ആണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അവർക്കും ഇതുപോലൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലുള്ള റേറ്റിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരും. അതൊന്നും പേടിക്കാനില്ല കേട്ടോ. നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് മുറ്റത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കമ്പി ഇട്ടിട്ട് അതിനടിയിൽ കുറച്ച് കിളികളും അതുപോലെ തന്നെ പ്രാവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് മതിലാണ് കേട്ടോ. ശരിക്കും ഇത് മതിലാണ്. മതിലിൻ്റെ താഴത്ത് അങ്ങനത്തെ കിളികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മുകളിലായിട്ട് കമ്പിട്ടതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ലൈറ്റും ഒക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പം അതിനനുസരിച്ച് അവരെന്നെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അവരെന്നെ സെലക്ട് ചെയ്ത് ഒക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, എവിടെയാണ് സെറ്റ് വേണ്ടതെന്നൊക്കെ ചോദിച്ച്. പിന്നെ ഇവിടെ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊന്ന് ബേക്കറൊന്ന് നിന്നെടുത്താൽ മതി, അവർക്ക് സെറ്റ് ചെയ്തോളും. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇത് റെൻറ്റിനും എടുക്കാം കേട്ടോ. അവരുടെ അടുത്തുനിന്ന് നമ്മൾ റെൻറ്റിനെടുത്ത് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കും ചെയ്തെടുക്കാം. പിന്നെ റെൻറ്റിനൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന സാഹസികമൊന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ എത്ര സെറ്റ് ചെയ്താലും അതുപോലൊന്നും വൃത്തിയായി കിട്ടത്തില്ല അവർ ചെയ്യും പോലെ. പിന്നെ അതിനനുസരിച്ച് അറിയുന്നവരുണ്ടാവും കേട്ടോ. അതും ഇതും ഡെക്കറോ ചെയ്യാനൊക്കെ നല്ലോണം അറിയുന്നവരുണ്ടാവും. അവർക്ക് റെൻറ്റിനെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്നുകൂടി ക്യാഷ് കുറയും. ഇവരെന്നെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റേറ്റ് വരും കേട്ടോ. എന്നാലും നമ്മൾ പറയുന്ന റേറ്റിനനുസരിച്ച് ഇവർ ചെയ്തുതരും. അതൊന്നും പേടിക്കണ്ട കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് മാരേജും ഫംഗ്ഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ വോയിസ് ഓവർ കൊടുത്ത് വയ്ക്കും, മാരേജ് കഴിഞ്ഞിട്ടാണ് അപ്ലോഡിങ്. എന്തായാലും ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ. മാരേജിനും സ്റ്റേജിൻ്റെ ഡെക്കോർ ചെയ്തതും ഇവർ തന്നെയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഇവർ ചെയ്ത് തന്നത്. നമ്മൾ പറഞ്ഞ റേറ്റിന് തന്നെ കറക്റ്റ് ആക്കിയിട്ട് അവർ അതിക്കും ആ പൈസേനേക്കാളും മുകളിലായിട്ടാണ് ഇവർ ചെയ്ത് തന്നിട്ടുള്ളത്. അതെടുത്ത് പറയാനുണ്ട് കേട്ടോ ഇവരെ പറ്റി. ഈ ഇവൻ്റുകാരെ പറ്റി നല്ല അടിപൊളിയാക്കി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു.
അതൊന്ന് എടുത്ത് പറയണം എന്ന് എനിക്ക് തോന്നിട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയുന്നത്. അടിപൊളിയായിരുന്നു. ഞാൻ എന്തായാലും അത് മാരേജിൻ്റെ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കണം പിന്നെയും ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ വീടിനുള്ളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. പിന്നെ ഇറങ്ങിയപ്പോൾ മോനും താത്തൻ്റെ മോനും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മാവ് മരം ഉണ്ടായിരുന്നു. മാവ് മരത്തുമ്പോൾ കയറിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ അപ്പോൾ എൻ്റെ മോന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ മാവുമ്മൽ ചക്ക അല്ലാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കുസൃതികളൊക്കെ ഉണ്ടാവും അവർക്ക്. അപ്പം അവർക്ക് രണ്ടാളും ഒരുമിച്ച് കിട്ടിയതിന് സന്തോഷം കാണിക്കുകയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ചെയ്ത് നേരിട്ട് കണ്ടപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ അധ്വാനം മനസ്സിലായത്. ശരിക്കും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഓരോന്നും ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് അത്രയൊന്നും ഫീൽ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് ഇതിൻ്റെ എഫേർട്ടൊക്കെ മനസ്സിലാവുന്നത്. അത്രയും അവർ എഫേർട്ട് എടുത്തിട്ടാണ് അതൊക്കെ ഓരോന്ന് ചെയ്ത് എവിടെ ഫ്ലവർ വെക്കണം, എവിടെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവർ ഓരോന്ന് വെച്ച് കഴിഞ്ഞിട്ടല്ല അതിൻ്റെ മനസ്സിലാതെ അത് എവിടെ വെക്കണം, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ. അത് അതിൻ്റെതായ വൃത്തിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ വൃത്തി തന്നെ വേണമല്ലോ. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നതായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ എടുക്കുകയും വേണം. അപ്പം നിങ്ങളെ ബോറടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ, അതുപോലെ വെക്കണം കേട്ടോ. പിന്നെ അതൊക്കെ അവർ ഫ്ലവറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്കൊരു ഫോട്ടോസൊക്കെ നല്ലപോലെ ഒന്നും എടുക്കാൻ ശരിക്കും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ക്യാമറമാനെ വിളിച്ചിട്ട് അവർ വേറെ വർക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാരേജിന് ഏൽപ്പിച്ച ക്യാമറമാനെ വിളിച്ചപ്പോൾ അവർ വേറെ വർക്കില്ല എന്ന് പറഞ്ഞ് അപ്പം അത് കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. പിന്നെ നമ്മൾ ഫോണിൽ എടുത്താൽ എത്രയായിട്ടും ക്ലിയർ വരില്ലല്ലോ. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 3 മണി ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു 4 മണിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കണം, ഫോട്ടോസ് എടുക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ നമ്മളെങ്ങനെ ഒരുങ്ങിയാലും കസിൻസൊക്കെ വരുന്നു ഫുള്ളാവുന്നതും അല്ലെങ്കിൽ നമ്മൾ എത്ര റെഡിയാക്കാൻ നോക്കിയാലും നമ്മൾ എന്തെങ്കിലും സമയം ഇതാവല്ലോ, സമയം പോവില്ലേ ഇങ്ങനെ നോക്കിയാലും. അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്ന് അപ്പം ബാക്കി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് തീർക്കുമ്പോഴേക്കും കസിൻസൊക്കെ വരുമ്പോഴേക്കും ശരിക്കും ഒരു 5-6 മണി ആ സമയമൊക്കെ ആയി പോയിട്ടോ. അപ്പോൾ ഫോട്ടോസിന് എന്തായാലും ആ സമയമാകുമ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാലോ ഫോട്ടോസൊക്കെ ലൈറ്റ് എന്തായാലും ഡിമ്മാവല്ലോ. അപ്പം നല്ലപോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയുടെ ഫോട്ടോസൊക്കെ എന്താ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്നാലും കുറച്ചുകൂടെയൊക്കെ വൃത്തിക്ക് എടുക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഫോട്ടോ എടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അപ്പം എടുത്ത് പറയാനുള്ളത് വേറൊന്നും സംഭവിച്ചു. ശരിക്ക് അന്നേ വരെ ഇല്ലാത്തൊരു സംഭവമാണ് സംഭവിച്ചിട്ടോ. എന്താണെന്നറിയില്ലേ, മഴ പെയ്തിട്ടോ. ഈവനിങ് ആ സമയമായപ്പോഴേക്കും മഴ കാക്കനൊക്കെ വിളിച്ച് വരുത്ത് ആ സമയമാകുമ്പോഴേക്കും മഴ പെയ്തു. എന്ത് ചെയ്യാനോ ഒക്കെ കൂടെ നനഞ്ഞ്. എന്നാലും വലിയ പെയ്തില്ല, എന്തോ ഭാഗ്യത്തിന് ചെറുതായിട്ടാണ് പെയ്തത്. എന്നാലും നനഞ്ഞ് ഫ്ലവറും അതൊക്കെ നനഞ്ഞിട്ടുണ്ട്. എന്നാലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ പെട്ടെന്നുണ്ടായ മഴയാണ് കേട്ടോ. അതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേക്ക് കൊണ്ടുവയ്ക്കുന്ന ആ സമയത്തൊക്കെ ആയിരുന്നു മഴ പെയ്തത്. എന്തായാലും ഞങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോസും എടുത്തിട്ടുണ്ട്, വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പം മഴയും കൂടി പെയ്താലുള്ള ലൈറ്റിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പറയാനില്ലല്ലോ. അപ്പം മൊത്തത്തിൽ പാളിപ്പോയിണ്ടായിരുന്നു. പക്ഷേങ്കിൽ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാളിപ്പോയി പക്ഷേങ്കിൽ അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കിട്ടിയ ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു, വീഡിയോസും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ തന്നിട്ടൊന്നും ശരിക്കും വീഡിയോ എടുത്തിട്ടില്ല, ഉണ്ടോ മറന്നുപോയി. ഇവൻ്റാറ് പോയി കഴിഞ്ഞ് കാക്കനെ വിളിച്ച് വരുത്തി ആ സമയമാകുമ്പോഴേക്കും ഞാൻ പിന്നെ എന്നോട് മറന്നുപോയി വീഡിയോ എടുക്കേണ്ടത്. വീഡിയോ നമ്മൾ ഇതിനെ അപ്ലോഡ് ചെയ്യുമ്പോൾ വേറെ രീതിയിലാണല്ലോ വീഡിയോസ് എടുക്കേണ്ടത്. അത് മറന്നുപോയി ശരിക്കും. ഞാൻ റീൽസിനുള്ള വീഡിയോസ് തന്നെ ആയിപ്പോയി എടുത്തത് കേട്ടോ. അപ്പം ഞാനത് ശരിക്കും
ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം കുറച്ചൊരു വൃത്തി കുറവും ഒക്കെ ഉണ്ടാവും, എന്തായാലും ക്ഷമിക്കാം. ഞങ്ങൾ മറന്നു പോയതാണ്, വിട്ടുപോകും പെട്ടെന്ന്. ബേബിനെ നോക്കണം, അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ പല കാര്യങ്ങളും ചിന്തയും ഒക്കെയാണല്ലോ വരിക. അപ്പം അത് മറന്നു പോയതാണ് ശരിക്കും. പിന്നെ ഇതാക്കണ കേക്കിൻ്റെ സ്റ്റാൻഡ് അവർ തുടച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മൾ കേക്കിൻ്റെ സ്റ്റാൻഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടില്ല, ടേബിള് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ആവശ്യമില്ലായിരുന്നു. നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കേക്ക് മാത്രമേ ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒക്കെ കൂടെ ഫുൾ ടൈമിങ്ങോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒക്കെ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇതാക്കണ കസിൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. താഴത്ത് ഓട്ടോ നിർത്തിയിട്ടാണ് വരുന്നത്, വണ്ടി ഒക്കെ താഴത്ത് നിർത്തിയിട്ടാണ് കേട്ടോ വരുന്നത്, മേലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വരുന്നത് എൻ്റെ അമ്മോൻ്റെ മോളാണ് കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആണ്. ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ശരിക്കും ഫസ്റ്റ് ടൈം കാണാൻ കേട്ടോ. അവൾ ഇവിടെ ഉണ്ടാവില്ല, പുറത്താണ് ഉണ്ടാവല്. അപ്പം ഞാൻ തീരെ കണ്ടിട്ടില്ല കേട്ടോ. അവളെ വന്നതിന് ശേഷം, പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ, അതുകൊണ്ട് അവളെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം. മൊത്തത്തിൽ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അവർ പോവാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ വണ്ടി അവർ ഇവിടെ തന്നെ സൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് റിട്ടേൺ സാധനങ്ങൾ കൊണ്ടുപോകേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചതായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ എൻ്റെ കസിൻ്റെ മേമൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് കേട്ടോ. അപ്പോൾ അവരറിയുന്ന ആൾക്കാരും കൂടിയാണ്, അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ടോ എല്ലാ കാര്യത്തിനും. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇനി റീൽസിൻ്റെ ചെറിയ ചെറിയ കട്ട്സ് ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അത് ഞാൻ വലിയ വൃത്തി ഉണ്ടാവുന്ന കാരണം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ വീഡിയോസ് ആയിപ്പോയി എടുത്തത്. ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ ഈ സമയത്ത് നമ്മൾ ഗ്രൂം ട്യൂബിൽ നിന്നുള്ള സ്ലാഷിൽ അത് വാങ്ങിയില്ലായിരുന്നു കേട്ടോ. ഇത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. മറന്നു പോയതെല്ലാം ഒരാളോട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അത് വാങ്ങാൻ പോയി. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഓനെ വിളിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം താത്തൻ്റെ വീട്ടിൽ നിന്നാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ താത്ത വിളിച്ച് ഒന്നും കൂടി വാ, പെട്ടെന്ന് വാ, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ വിളിച്ച്. അപ്പോൾ ഞാൻ അന്നപ്പോൾ തന്നെ ഓടി വന്നിട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞ അവിടുന്ന് ഞാനും പോരുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒന്ന് ചോദിച്ചു, കുറേ സമയം ചോദിച്ചു എന്താണെന്ന് കുറേ ഉമ്മയും കൂടി പോരുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ ചോദിച്ചു എന്താണെന്നൊക്കെ ചോദിച്ചിട്ടോ. പിന്നെ എന്തായാലും വേണ്ടില്ല, അങ്ങനെ ഒരു 2000 കൂടി വന്ന് എന്തായാലും സർപ്രൈസ് ആയിട്ട് ഓൻ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഓന്. പക്ഷെങ്കിൽ ഓൻ പറയുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, എനിക്കെല്ലാം അറിയാം, അങ്ങനെയാണ് അങ്ങനെയല്ല. ഓന് എന്തായാലും ഗ്രൂം ട്യൂബ് നമ്മൾ കൊടുക്കുന്നുള്ള മനസ്സിൽ ഉണ്ടായിരുന്നു പോലും. അതുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓനക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്തത് അവനക്ക് അറിയുന്നു എന്നല്ല, നമ്മൾ ഗ്രൂം ട്യൂബ് അവനക്ക് കൊടുക്കും അവനക്ക് മനസ്സിലുണ്ടായിരുന്നു പോലും. അപ്പോൾ ഞങ്ങളൊക്കെ ഷർട്ടൊക്കെ ഞങ്ങൾ അനിയത്തി അവിടുന്ന് വരുമ്പോൾ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലാക്ക് ഷർട്ട് എടുത്ത് കയ്യിൽ വെക്കണം, കാരണം ഞങ്ങളൊക്കെ ബ്ലാക്കാണ് ഇടുന്നത്, ഒരു തീമായിട്ട് ഫുൾ ബ്ലാക്കാണ് ഇടുന്നത്. അതുകൊണ്ട് അവനക്ക് ബ്ലാക്ക് വേണമല്ലോ. അവന് ഏത് ഷർട്ട് ഇട്ടാണ് ഏത് ടീഷർട്ട് ഇട്ടാണ് വരിക, ഏത് ക്വാളിറ്റിയിലാണ് വരിക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങളോട് ഷർട്ട് എടുത്ത് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് രക്ഷപ്പെട്ട് അങ്ങനെ ഇതാക്കണം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് സെറ്റാണ്. നമുക്ക് താത്ത പോയിട്ട് സ്ലാഷൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട് സ്ലാഷ് ഇട്ട്, കണ്ടില്ല ഏത് രീതിക്കാണെന്ന്. നമ്മൾ പിന്നെ പരിചയമില്ലല്ലോ ഇതിട്ടിട്ട്, അതുകൊണ്ട് എങ്ങനെയാണ് ഇട്ടേണ്ടതെന്ന് ലാസ്റ്റ് ഓൻ തന്നെയാണ് സെറ്റ് ചെയ്തത് കേട്ടോ. നല്ലോണം ഇട്ട് വൃത്തിയിലിട്ടത് ഓൻ തന്നെയാണ്, കാരണം എങ്ങനെയാണ് ഇടേണ്ടതെന്നൊന്നും കൺഫ്യൂഷനായിപ്പോയി ഇത് പെട്ടെന്ന്. ഞാൻ പറയുന്നുണ്ട് ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചുകൂടായിരുന്നു സ്ലാഷ് എങ്ങനെ ഇടുന്നതെന്നുള്ളതിൻ്റെ. അങ്ങനെ ആണ് കേട്ടോ. പിന്നെ അതൊക്കെ എൻ്റെ മുഖം ഒരുമാതിരി നിൽക്കുന്നുണ്ടാവും, കാരണം നമ്മൾ നിൽക്കുന്നത് കമ്പിമലല്ലേ, കമ്പി ഇങ്ങനെ എല്ലാവരും കൂടെ ചവിട്ടിയിട്ട് കമ്പി ഇങ്ങനെ ഇളകുന്നുണ്ട്. ഇളകിയിട്ട് കേക്കിൻ്റെ സ്റ്റാൻഡ് ഇളകുന്നുണ്ട്. കേക്കിൻ്റെ സ്റ്റാൻഡ് ഇളകിയാലും പിന്നെ കേക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, കേക്ക് എന്തായാലും താഴ്പോവും. അതുകൊണ്ട്
അതുകൊണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഷോർട്സ് വീഡിയോസാണ് കേട്ടോ, മറ്റേ റീൽസിൻ്റെ വീഡിയോസാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അല്ല എടുത്തതൊക്കെ ഞാൻ കട്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പോൾ കുറച്ച് വൃത്തി കുറവുണ്ടാവും. അപ്പോൾ ഇതാക്കണ ഉമ്മ ബ്ലാക്ക് പറുതിയിട്ടാണ് വന്നത്, അതുകൊണ്ട് അതും രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് തന്നെയായിരുന്നു. പിന്നെ ഇതാക്കണം ഞങ്ങളെ കൂട്ടത്തിൽ ഉപ്പയാണ് ഇല്ലാത്തത്, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഉപ്പ പിന്നെ ഈറ്റ പരിപാടിക്കൊന്നും ഉപ്പ നിൽക്കത്തില്ല, അതുകൊണ്ട് ഉപ്പ പോന്നിട്ടില്ല കേട്ടോ. ഉപ്പനോട് പറഞ്ഞിട്ടില്ല, അവിടുന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് സർപ്രൈസ് ആക്കി കൊടുക്കുകയാണല്ലോ. അപ്പോൾ വരാനായിട്ട് ഇതാക്കി പറഞ്ഞിട്ടില്ല, ഉപ്പ എന്തായാലും വരത്തില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കൊടുക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ. ഞങ്ങൾ ഇതാക്കിട കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കൊടുത്ത് ഇതാണ്. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കുന്ന അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ ഫോട്ടോസും ഒക്കെ അടിപൊളിയായിരുന്നു. ഓൻ്റേതായിട്ടാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാക്കുന്ന ഒരു സ്പെക്സ് കൂളിംഗ് ഗ്ലാസും കൂടി ഞാൻ എവിടുന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ കളറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ, അടിച്ച് പൊളിച്ച്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് വീഡിയോസ് എടുത്ത് കസിൻസ് എല്ലാവരും കൂടി വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞ അടുത്തത് ആ വീഡിയോസാണ് കേട്ടോ. അപ്പം കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും, അപ്പോൾ ക്ഷമിക്കാം. അപ്പം ഇതിത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാരേജിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.